അത്യാവശ്യം നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ ചിലപ്പോൾ പറന്ന് പോകാനുള്ള ചാൻസ് കൂടെ ഉണ്ട്. ആ ഭാഗത്തായിട്ട് ഇതിൻ്റെ മേലെ വെക്കണം ഡാഷ്ബോർഡിൽ കൊണ്ടാ ഇറക്കി ഗുഡ് മോർണിംഗ് സമയം എനിക്ക് പോരായി. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നലെ റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് ഈ ഒരു ഏരിയയിലായിരുന്നു. ഒരു പള്ളിയുടെ തൊട്ടായിട്ടാണ് നമ്മൾ റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. ഇവിടെ മറ്റു റൂമുകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ മാക്സിമം ഫുള്ളായിരുന്നു. എല്ലാവരും ട്രാവലേഴ്സ് വന്ന് ഫുള്ളായിരുന്നു. ഞങ്ങൾ നോക്കിയിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു റൂം കിട്ടിയപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ടോട്ടൽ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ കാറ് കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ കാറിലോട്ട് ഇന്നലെ സെറ്റ് ചെയ്തത്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് ഫുഡ് കഴിക്കണം. ഇവിടെ മഴ രാവിലെ തൊട്ട് ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കണം ലൈറ്റായിട്ട്. ഗൈസ് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത്യാവശ്യം ഓർഡർ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചെറിയൊരു മഴ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മളിനി നമ്മുടെ റൂം എടുത്ത സ്ഥലത്ത് നിന്ന് മൂന്നാർ ക്യാപ്പ് റോഡ് വഴി ചിന്നക്കനാൽ പോകാനുള്ള പ്ലാനിങ്ങിലാണ്. നമുക്ക് ഫസ്റ്റായിട്ട് ലൈറ്റായിട്ടൊന്ന് ഫുഡ് കഴിക്കും. നമ്മൾ ഫുഡ് നോക്കുന്ന ടൗണിലൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ക്യാപ്പ് റോഡ് കയറിയിട്ട് എവിടെയെങ്കിലും ഫ്രീ ആയിട്ടുള്ള ഏരിയയിൽ നോക്കി ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാപ്പ് റോഡ് വഴി ഇങ്ങനെ പോകുന്നത്. ഗ്യാപ്പ് റോഡിൻ്റെ വിഷ്വൽസ് തന്നെ എപ്പോഴും അടിപൊളിയായിരിക്കും. നമ്മൾ ബൈക്കിലൂടെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല വിഷ്വൽസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഗായ്സ് ഈ ഒരു മൂന്നാറിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ഗ്യാപ്പ് റോഡിൽ പോകുന്ന ഈ ഒരു റൂട്ട് തന്നെയാണ്. ശരിക്കും വേറെ ലെവൽ റൂട്ട് തന്നെയാണ്. ഈ ഒരു റൂട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ വന്ന ഈ ഒരു റോഡും ഈ ഒരു വ്യൂവും കാണുമ്പോൾ കിട്ടുക. ശരിക്കും ഒരു രക്ഷയില്ലാത്ത വ്യൂ തന്നെയാണ്. പക്ഷെ ചെറിയൊരു മഴയും കോട അധികമായിട്ടില്ല, എന്നാലും ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്നാലും അടിപൊളി. ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ നോക്കുക. ഈ ഒരു മഴക്കാലത്തും അത്യാവശ്യം നല്ല ട്രാവലേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ല ചുറ്റും നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഈ ഗ്യാപ്പ് റോഡിലുണ്ട്. നമ്മൾ അവിടെ നിന്ന് കണ്ടപ്പോൾ ഗ്യാപ്പ് റോഡിൽ അടച്ചിട്ടിരിക്കുകയാണ്. മണ്ണിടിച്ചിൽ കാരണം ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കടത്തി വിടുന്നില്ല എന്നൊക്കെ ചെറിയൊരു ബോർഡ് കാരണമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പോണ വഴിയിലാണ് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റുന്നത്. നമ്മൾ ഇവിടെ നിന്ന് നേരെ ചിന്നക്കനാൽ പിടിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ റൂം കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. നേരെ ഇനി ചിന്നക്കനാൽ പോകണം. അപ്പോൾ ഇനി അടുത്ത പ്ലാനിങ് നമ്മൾ ഒരു ഹോട്ടൽ നോക്കിയിട്ട് ടൗണിൽ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഫുള്ള് തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇത്തിരി മാറിയിട്ട് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാനാണ് നോക്കി വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടുത്തെ വ്യൂ എന്തായാലും അടിപൊളിയായിട്ട് അല്ലേ? ഇവിടെ അത്യാവശ്യം നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ ചിലപ്പോൾ പറന്ന് പോകാനുള്ള ചാൻസ് കൂടെ ഉണ്ട്. ആ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കോട കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 10:08. അപ്പോൾ ഈ സമയത്തും അത്യാവശ്യം നല്ല കോട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര നേരം നല്ല മഴയായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് കോട കാര്യങ്ങൾ ആ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കോട കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത് കാണാം. പിന്നെ ഇതവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടും വേറെ അടിപൊളിയായിട്ട്. ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഗൈസ് നമ്മൾ പോകുന്ന വഴി ഗ്യാപ്പ് റോഡിൻ്റെ സൈഡ് കണ്ടൊരു ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ അത്യാവശ്യം നീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ശരി ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നു. ഇവിടെ നോർമലായിട്ടുള്ള തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹോട്ടലിൻ്റെ ആംബിയൻസ് പറഞ്ഞാൽ ചെറുതാണെങ്കിലും കൊള്ളാം. നമുക്ക് രാവിലെ ആയതുകൊണ്ട് ലൈറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിൽ കയറി ഹോട്ടലിൻ്റെ ഇതൊക്കെ നോക്കിയപ്പോൾ നല്ല നീറ്റ് കാര്യങ്ങളൊക്കെ തോന്നി. എല്ലാവർക്കും കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് എന്താ ബുക്ക് ചെയ്യാന്നുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് ലാസ്റ്റ് എല്ലാവർക്കും ഓരോ പൊറോട്ട ആൻഡ് മുട്ടക്കറി ഓർഡർ ചെയ്തു. എല്ലാവർക്കും നേരത്തെ പൊറോട്ടയും മുട്ടക്കറിയും ഓർഡർ ചെയ്തു.
അപ്പോൾ രാവിലെ തന്നെ ലൈറ്റ് ഫുഡായി നമ്മൾ കുറച്ച് ചെറുതായിട്ടൊന്ന് ഹെവി ആക്കി. പൊറോട്ട കഴിച്ചാൽ തന്നെ നമുക്ക് ഉച്ചവരയ്ക്ക് ഒന്നും നോക്കുന്നില്ല, അത്രയും ഹെവി ആണല്ലോ. നമ്മളതൊക്കെ ഫുഡൊക്കെ കഴിച്ച് ഓരോ കട്ടനൊക്കെ കുടിച്ച് ലാസ്റ്റ് നമുക്ക് ഫുഡൊക്കെ എന്തായാലും നന്നായിരുന്നു കേട്ടോ. നിങ്ങൾ വരികയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തു, ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് നല്ല ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് ഇവിടെ എല്ലാവർക്കും കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ നമുക്കിനി നമ്മുടെ അടുത്ത അടുത്ത കാഴ്ചകളിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ ഗ്യാപ്പ് റോഡ് വന്നപ്പോൾ കണ്ട ഒരു ചെറിയൊരു എന്തോ ഒരു മണ്ണിടിച്ചിലോ അങ്ങനെ കൊണ്ട് ഇവിടുത്തെ കടകളും കാര്യങ്ങളൊക്കെ ഫുള്ള് കണ്ടോ. ഇവിടെ ഓരോ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മണ്ണൊലിച്ചിൽ കാരണം പോയിന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു ഓട്ടോ കണ്ടോ, ഓട്ടോൻ്റെ കണ്ടീഷനൊക്കെ ഫുള്ള് തകരാറായ പോലെ കിടക്കണമുണ്ട്. ഇവിടെ എന്തൊക്കെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്, എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഈ റോഡ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 2-3 വർഷത്തിന് മുമ്പ് വന്നപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നല്ല റോഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയണവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ആ അടിയിലൊക്കെ ഉണ്ടോ, അടിയിലൊക്കെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നടന്നുണ്ട്. പിന്നെ അത് അവിടെയായിട്ട് ഒരു ട്രാവലർ ഒമിനി അതൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ നേരത്തെ ഉള്ളതാണ് തോന്നുന്നു. ഗൈസ് ഇപ്പോൾ മൂന്നാർ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് മഴ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബൈക്കിലൊക്കെ വരുമ്പോൾ കുറച്ച് സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് വരിക. കാരണം മഴ വരുന്നുണ്ട്, ചില സമയം മഴ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും മഴക്കാലത്ത് കാണാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കൊള്ളാം. കോട കാര്യങ്ങളൊക്കെ വലുതായിട്ടില്ല. കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്നപ്പോൾ ഇതിനെക്കാട്ടിയും കോട കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. ഇപ്പോൾ കോട കാര്യങ്ങളൊന്നും അധികം ഇല്ല. ഈ ഒരു ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ടില്ലേ, വേറെ ലെവൽ തന്നെയാണ്. ഇതാണ് ഞാൻ അപ്പോഴേ പറഞ്ഞ ആ വണ്ടി കാര്യങ്ങൾ. പിന്നെ ഇവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്താ സംഭവിച്ചെന്നൊരു പിടുത്തം കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ബൈക്ക് കിടക്കുന്നുണ്ട്. ഈ ഒരു താഴ്ചയൊക്കെ കാണുമ്പോൾ കണ്ടോ, ഇതൊക്കെ മണ്ണിടിഞ്ഞതിൻ്റെ എന്തൊക്കെയോ ഒരു ഇതൊക്കെയാണ്. ഇനി നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ട് പോകാനാണ് പ്ലാനിങ്. അപ്പോൾ ഇനി അത്യാവശ്യം ഇവിടെ നല്ല മഴയും കാര്യങ്ങളും ഉള്ളൂ. നമുക്ക് അധികം സ്പോട്ടിക്കൊന്നും നമ്മൾ പോകുന്നില്ല. നേരെ ഇനി റൂമിൽ പോയിട്ട് നമ്മൾ സ്വന്തമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് സ്വന്തമായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യാനാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കുറച്ച് ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യണം. നമ്മൾ അവിടെ നമ്മൾ വീടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഓൺ കുക്കിംഗ് പരിപാടികളൊക്കെ ഇവിടെ നിന്നുള്ളൊരു ആംബിയൻസ് പറഞ്ഞാൽ വേറെ ലെവലാണ്. കുറേ ട്രാവലേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും സൺഡേ ആണ്, കുറവാണ് എപ്പോഴത്തേക്കും കാളും, എന്നാലും കൊള്ളാം. ആദ്യമായിട്ടാണ് ഈ ഒരു കാറിൻ്റെ വൈബിൽ വരുന്നത്. നമ്മൾ ബൈക്കിൽ വരുന്നൊരു ഫീല് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാറിൽ വരുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പക്ഷേ എന്നാലും മഴയൊക്കെ കൊണ്ട് വരുന്നൊരു ഫീല് ബൈക്കിൽ പറഞ്ഞാൽ വേറെ ലെവൽ തന്നെയായിരിക്കും. അത് നമുക്ക് ഈ ഒരു കാറിൽ വരുമ്പോൾ ആ ഒരു ഫീൽ കിട്ടുന്നില്ല. പിന്നെ എല്ലാവരും അടച്ചു മൂടിയൊരു ഇതിലിരുന്ന് യാത്ര ചെയ്യുന്നതും നമ്മൾ തുറന്നു വിട്ട ഒരു ഇതിലിരുന്ന് നല്ല വ്യത്യാസമില്ല. അപ്പം അതൊരു കാര്യമാണ്. അപ്പോൾ ഇനിയൊരു റൈഡ് വരികയാണെങ്കിൽ അടുത്ത് എന്തായാലും ബൈക്കിൽ തന്നെ വരുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് കാറിൻ്റെ വൈബ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൊള്ളാം. എന്നാലും നമ്മുടെ ബൈക്കിൻ്റെ ഒരു ഫീല് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ അതൊന്നും എനിക്ക് പറയണ്ടല്ലോ. അപ്പോൾ ബൈക്കേഴ്സിന് ഏകദേശം ആ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടല്ലേ ഗൈസ് ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ചെറിയൊരു കട പോലത്തെ സംഭവങ്ങളാണ് മുമ്പ് നടത്തിയിരിക്കുന്നത് തോന്നുന്നു. ഇവിടെ കുറേ ചെരുപ്പുകളും എനിക്ക് തോന്നുന്നത് നല്ല കാറ്റിൽ എല്ലാം ഇതായതാണ് തോന്നുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും അടിക്കുന്നുണ്ട്. ഞങ്ങൾ രാവിലെയൊക്കെ റൂമിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല. അങ്ങനത്തെ പ്രശ്നം കൊണ്ടാണോ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നതെന്നും അറിയില്ല. ഇവിടെ ഫുള്ള് ഈ ഒരു ഭാഗത്ത് ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെ കാണുന്നു. ഇവിടെ ഓരോ ഗ്ലാസ്സുകൾ പൊട്ടിയിട്ടും ഇവിടെ കുറേ ഇളനീരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വണ്ടിൻ്റെ സീറ്റ് ഓരോ സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ട് കിടക്കണമെന്നുണ്ട്. വണ്ടിൻ്റെ മേലെ കിടന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട്
ഗായ്സ്, ഗ്യാപ്പ് റോഡിൽ കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ് സംഭവം. ഈ ഒരു മഴക്കാലത്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഒരുപാട് ബൈക്കേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതുപോലുള്ള വെള്ളച്ചാട്ടത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയൊരു കിടിലൻ പാട്ടുണ്ട്.